ശുഭമാംഗല്യം മലയുറങ്ങി മഴയുറങ്ങി നിനക്കായി ശുഭമാംഗല്യം മാംഗി थी दुआ वो हुआ तू मिला इस जहान में मेरे आसमां में. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന രണ്ടുപേര് നമ്മുടെ കൂടെ അവരുടെ സെലിബ്രേഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേരുകയാണ്. സോ അവർ വിളിക്കുന്ന സമയത്ത്, അവർ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എവ്രി വൺ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ അവർ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ചെറിയ ആഗ്രഹമാണ്. ഓക്കെ, സോ ഗൈസ്, ആർ യു ഓൾ റെഡി? അവരെ ഇൻവൈറ്റ് ചെയ്യാൻ റെഡി ആണോ? ഓക്കെ, ഈ ഭാഗത്ത് ഒരു യെസ്. Is it yes or no? Is it yes or no? Okay. So, ladies and gentlemen, join me in creating a beautiful tale of love and excitement as we welcome the couple here, the star of the evening, Mr. Prashant and Shruti. So, നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്കൊരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. I would like to have on stage Mr. Prashant and Shruti. Hi, Prashant and Shruti. Please be seated. And everyone, please be seated. Okay, so ഇന്നത്തെ ഒരു ബിഗ് ഡേ ആണ് for both Prashant and Shruti. Okay, so രണ്ടുപേരെയും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ it is my happy task to introduce to you both of them. So the dashing groom and the very gorgeous bride here. Okay, so Prashant Nair, he's working with a Budweiser as HR, and Shruti is working as a hardware engineer in NXP Semiconductors. So നല്ലൊരു കൈയടി കൊടുത്തേ for the couple together. I want a big round of applause. ഓക്കെ, ആ ഭാഗത്തൊന്നും ആരും കൈയടിക്കുന്നില്ലല്ലോ. നല്ല ഉഷാറായിട്ടൊന്ന് കൈയടിച്ചേ. ബിക്കോസ് ഇന്ന് നമ്മളെല്ലാവരും ഇവരുടെ കൂടെ ഈ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ, എൻജോയ് ചെയ്യാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, വാട്ട് എ ബ്യൂട്ടിഫുൾ വെദർ. ഇത് നല്ലൊരു വെദറാണല്ലേ, ദ സൺസെറ്റ് അല്ലേ? അല്ലേ? അതെ, ഓക്കെ. സോ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഇന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ ടെൻഷനിലും സ്ട്രെസ്സിലും ഒക്കെ ആയിരിക്കും. സോ വി ഡോണ്ട് വാണ്ട് ഓൾ ദാറ്റ്. ജസ്റ്റ് ബി റിലാക്സ്, വെരി കൂൾ ആൻഡ് ചിൽ ഹിയർ. ഓക്കെ ഓക്കെ. സോ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ. ആർ യു ഫൈൻ വിത്ത് ദാറ്റ്? യാ, ദേ ആർ ഫൈൻ. ഓക്കെ. സോ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് ഇവരെ ഇതുപോലെ വേദിയിൽ കിട്ടുള്ളൂ. സോ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചോദിക്കേണ്ടി വരും. സോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവരുടെ അടുത്ത് ചോദിക്കാനുണ്ട്. സോ ക്യാൻ ഐ ആസ്ക്? ഷാൽ ഐ? വിത്ത് യുവർ പെർമിഷൻ? ഓക്കെ, സോ എല്ലാവരും ഓക്കെ ആണ്. സോ ഇപ്പം എന്ത് തോന്നുന്നു? ബിക്കോസ് യു ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. സോ പ്രശാന്ത് ആൻഡ് ശ്രുതി, സോ ഇന്നലെ വരെ യു ആർ നോട്ട്. സോ ഇന്ന് തൊട്ട് യു ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് സ്റ്റാർട്ടിങ് എ ന്യൂ ചാപ്റ്റർ. അപ്പം വാട്ട് ഡു യു ഫീൽ? എക്സൈറ്റഡ് ആണോ, നെർവസ് ആണോ, ടെൻസ്ഡ് ആണോ, ഓർ ഇറ്റ്സ് ഓൾ ഓക്കെ, വെരി കൂൾ ചിൽ മൈൻഡ് ആണോ? It's a very indifferent feeling for me. Again, we had time to know each other, and we had done 10 months. So we gelled up very well, and we know each other very well. So now it's a very indifferent feeling. It's more like now the upcoming days would be more jolly, and things would be, rather than thinking about myself, I would be thinking about one more person in my life in every step moving forward and for my future. ഓക്കെ, താങ്ക് യു. സോ പ്രശാന്ത് പറഞ്ഞത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ആളെക്കുറിച്ച് ചിന്തിക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരാളെ കൂടി ഇനി പുതിയ ഒരു പാർട്ട്ണർ, ഒരു പുതിയ ആളുടെ ലവ്, ഹീസ് ഗോയിങ് ടു ഷെയർ ഹിസ് ലവ്, ഹിസ് ലൈഫ് വിത്ത് ശ്രുതി ഹിയർ. ആൻഡ് യെസ്, ദാറ്റ്സ് റിയലി റിയലി ഗ്രേറ്റ്. പക്ഷേ ശ്രുതിക്ക് ആക്ച്വലി ഒന്നും പറയാനില്ല. പ്രശാന്ത് പറയുന്നത് ഇറ്റ്സ് ഓക്കെ എന്നാണ് പറഞ്ഞത്. ആൻഡ് ദാറ്റ്സ് ഓൾസോ റിയലി വെരി മച്ച് അമേസിങ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം എൻ്റെ അടുത്ത് പ്രശാന്ത് ഓൾറെഡി പറഞ്ഞു, ഒരു 10 months ദി ഗോട്ട്, അല്ലെങ്കിൽ അവർക്ക് പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ദി ഗോട്ട് 10 months ഓൾമോസ്റ്റ്. യാ, ഓക്കെ. സോ അപ്പം അറ്റ് വാട്ട് ടൈം യു ഫെൽറ്റ് ഓക്കെ ശ്രുതി ഈസ് യുവർ പേഴ്സൺ, ഷീ വിൽ ബി യുവർ പാർട്ട്ണർ, അങ്ങനെ തോന്നിയിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്, അറ്റ് ദാറ്റ് ക്യാൻ യു ജസ്റ്റ് സ്പെസിഫൈ? എപ്പോഴാണ് അങ്ങനെ ആ ഒരു ഇഷ്ടം തോന്നിയത്?
ഫസ്റ്റ് ടൈം കണ്ട ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ ഫുൾ ആണ്. സോ ഏപ്രിൽ 1st. So yeah, so we met on 1st of April, and it was a very auspicious day, April Fool's Day for us. So the day I felt that that she gonna be, or she can be my wife, or she can be my life partner, was the very first day that when I met her for the very first time, she was wearing a proper traditional suit with hair tied like a proper Malayali girl, and I felt, and that very moment it clicked, like, yes, this is a person that I can spend I can share my life with. Okay, thank you. So, Prashant പറഞ്ഞത് it's actually very interesting because ആദ്യമായിട്ട് ശ്രുതിനെ കണ്ടപ്പം he was saying she looked like a typical Malayali girl with hair tied, അല്ലെങ്കിൽ ഒരു നമ്മുടെ മലയാളിത്വം കണ്ടിട്ടാണെന്ന് തോന്നുന്നു പ്രശാന്തിന് ശ്രുതിനെ ഇഷ്ടപ്പെട്ടത്. And that is also really really amazing. കാരണം ആദ്യത്തെ കാഴ്ചയിൽ തന്നെ it was almost like love at first sight. And hoping നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് ശേഷമുള്ള ജീവിതം let it be very beautiful as ഇന്നത്തെ വെതർ പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആകട്ടെ എന്ന് കൂടി ഈ മൊമെന്റിൽ ഞാൻ ആശംസിക്കുകയാണ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ വെരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, യു നോ ഈച്ച് അതർ ആൻഡ് യു ജെൽഡ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സോ നിങ്ങളുടെ ഇടയിൽ ഒരു ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ലൈക്ക് ഓക്കെ ഞാൻ ചോദിക്കുന്നതിന് മുൻപേ തന്നെ പ്രശാന്ത് പറയാണ് ഓക്കെ എല്ലാ ദിവസവും ഫൈറ്റ് ആണെന്നാണ്. ആൻഡ് ഇപ്പോൾ ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ തന്നെയാണ് ഇരിക്കുക. ദാറ്റ്സ് പാർട്ട് ഓഫ് ലവ്. അപ്പം ഒരു ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഹൂ ടേക്സ് ദ ഇനിഷ്യേറ്റീവ് ടു സോൾവ് ദാറ്റ്? ആരാണ് അത് സോൾവ് ചെയ്യുക? ഓക്കെ, ഇപ്പം ഇവരുടെ ഇടയിൽ രണ്ടുപേർക്കും രണ്ട് ഡിഫറെൻ്റ് ആൻസേഴ്സ് ആണുള്ളത്. സോ പ്രശാന്ത് പറയുന്നു ഇറ്റ്സ് ഒബ്വിയസ്ലി അത് ഞാനാണ് സോൾവ് ചെയ്യാന്നാണ്. പക്ഷേ ശ്രുതി പറയുന്നു നോ 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 അങ്ങനെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. സോ ഇപ്പോഴേ ഇവരുടെ ഇടയിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ട്, പക്ഷേ സ്റ്റിൽ they are in love with each other. Okay, so the next question, ഇതിൽ ആരാണ് നന്നായിട്ട് പാട്ട് പാടുന്നത്? മേ ബി എ ബെറ്റർ സിംഗർ. ഓക്കെ, സോ ശ്രുതി നന്നായിട്ട് പാടുന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ട ഒരു അവസ്ഥയിലാണ്. രണ്ടുപേരും രണ്ട് ഡിഫറെൻ്റ് ആൻസേഴ്സ് ആണ് പറയുന്നത്, അതും പരസ്പരം ഒരു ബന്ധമില്ലാണ്ടാണ് പറയുന്നത്. അവസാനം പ്രശാന്ത് പറയുന്നത് എന്നോട് പാടാൻ. ഇപ്പോൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ ആരായി? ഓക്കെ, ദിസ് കപ്പിൾ ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പം രണ്ടുപേരും പാട്ടുകാരല്ല എന്നാണ് പറയുന്നത്. ഇവർ നന്നായിട്ട് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ്, ഇനി ഇവരുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമൊന്നും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. സോ ഫാമിലി മെമ്പേഴ്സ് ഇതിൽ ആരെങ്കിലും നന്നായിട്ട് പാടുന്നവരുണ്ടോ? ഓക്കെ, നോ ഐഡിയ. ദിസ് സൈഡ് പ്രശാന്ത് നന്നായിട്ട് പാടുന്നതാണ് ഫാമിലി പറയുന്നത്. സോ ഐ തിങ്ക് ദിസ് ടൈം ശ്രുതി ഹാസ് ടോൾഡ് ആൻ ആൻസർ കറക്റ്റ്ലി. പ്രശാന്ത് പാടുന്ന ആളാണോ? ഓക്കെ, സോ നമ്മൾ ഇന്ന് ഇവരുടെ ദിവസം ആയതുകൊണ്ട് ദിസ് ഇസ് ദെയർ ബിഗ് ഡേ. സോ അതുകൊണ്ട് മാത്രം നമ്മൾ ഇന്നത്തെ ഒരു ദിവസം അവരെ ഒഴിവാക്കിയിരിക്കുകയാണ്. വി ആർ നോട്ട് കമ്പല്ലിങ്. ഓക്കെ ഓക്കെ, സോ ഇനി ജസ്റ്റ് ഒരു വൺ മോർ ക്വസ്റ്റ്യൻ. സോ യു ടോൾഡ് അബൌട്ട് യു ജസ്റ്റ് മീറ്റിംഗ് ഈച്ച് അതർ, ഫാളിങ് ഇൻ ലവ് ഒക്കെ പറഞ്ഞു. ആൻഡ് ഹൗ ഡിഡ് ദിസ് എൻഡഡ് അപ്പ് ഇൻ എ മാരേജ്? ഒരു മാരേജിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഓക്കെ, സോ ആ ചോദ്യം പാരൻസിൻ്റെ അടുത്ത് ചോദിക്കാനാണ് പറഞ്ഞത്. ആൻഡ് ഡെഫിനറ്റ്ലി പാരൻസ് ഓൺ സ്റ്റേജിൽ വരുമ്പം അവരുടെ അടുത്ത് നമ്മളിത് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവസാനത്തെ ചോദ്യമാണ്. ചോദിക്കട്ടെ? Can I ask? ഓക്കെ, സോ ഹൂ പ്രപ്പോസ്ഡ് ആൻഡ് ഹൗ ഇറ്റ് വാസ്? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു പ്രപ്പോസൽ? So our proposal was it was a very awkward moment where we both went to buy our own engagement rings, and when we finally found the engagement ring that we wanted, after purchasing it from out of the store itself, already I had the ring, I had the purpose, so I asked the girl for that very question, that will she marry me, and she said yes. So anyways, we were about to get married, so yeah, she had no other way out. ഓക്കെ, സോ പ്രപ്പോസൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പ്രശാന്ത് ഇവിടെ നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. സോ ഹൗ അബൌട്ട് സീയിങ് എ പ്രപ്പോസൽ ഇപ്പം റൈറ്റ് നൗ? എങ്ങനെയാണ്? ഓക്കെ, സോ നമ്മൾ വീണ്ടും അവരെ കമ്പൽ ചെയ്യുന്നില്ല. ലെറ്റ് ദം ബി കംഫർട്ടബിൾ ആൻഡ് ലെറ്റ് ദം എൻജോയ് ദിസ് മൊമെന്റ്.
ഓക്കെ, സോ ഇന്നത്തെ ഒരു ദിവസത്തിനെ ഇവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു, രണ്ടുപേരെ, പ്രശാന്ത് ആൻഡ് ശ്രുതി. പക്ഷേ ഇനി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് കൂടി ഉണ്ട്. ബിക്കോസ് അവരാണ് ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ഇവരെക്കാളും കൂടുതൽ ആഗ്രഹിച്ചത് ഇവരുടെ പേരൻസ് ആയിരിക്കും. സോ ഫാമിലി മെമ്പേഴ്സിനെയാണ് നമ്മൾ അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫാമിലി മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണ്ടേ? ഓക്കെ, ഇൻവൈറ്റ് ചെയ്യണം. പക്ഷേ ബിഫോർ സ്റ്റാർട്ടിങ് ഓൾ ദോസ് ഫോർമൽ സെഷൻ എനിക്ക് ശ്രുതിയുടെ അടുത്തൊരു കാര്യം പേഴ്സണലായിട്ട് പറയാനുണ്ട്. ഓക്കെ, ശ്രുതി പെട്ടെന്ന് അങ്ങനെ പേഴ്സണലായിട്ട് പറയാനുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി വാസ് ലൈക്ക് ഓക്കെ എന്താണാവോ, ഡോണ്ട് വെറി, ഇറ്റ്സ് നത്തിങ്. പക്ഷേ ശ്രുതി യു ലുക്ക് റിയലി ഗോർജിയസ്. ഞാൻ അവിടെ ഫോട്ടോ ഷൂട്ടിൻ്റെ സമയത്ത് കണ്ടിരുന്നു, അപ്പോൾ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച് പറഞ്ഞു യു ലുക്ക് റിയലി ഗോർജിയസ്. സോ ശ്രുതിയുടെ ഫാമിലി മെമ്പേഴ്സ് ഒരു നല്ല കയ്യടി തരുമോ? ശ്രുതിയുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, ഓക്കെ, നല്ലൊരു കയ്യടി. ഓക്കെ, പക്ഷേ ശ്രുതി യു ലുക്ക് റിയലി ഗോർജിയസ്. പക്ഷേ അതിൻ്റെ കൂടെ പ്രശാന്തം കൂടി വരുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് കപ്പിൾ, ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിളിനെയാണ് വി ആർ സീയിങ്. സോ രണ്ടുപേർക്കും വേണ്ടിയിട്ട് ബോത്ത് ഫാമിലി മെമ്പേഴ്സ് നല്ലൊരു കയ്യടി തന്നെ ഫോർ ദ കപ്പിൾ ടുഗെദർ. ഓക്കെ, സോ ഇനി അടുത്തതായിട്ട് ഫാമിലി മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാനാണ് പോകുന്നത്. സോ ഏറ്റവും ആദ്യം തന്നെ പ്രശാന്ത് നായർ, അദ്ദേഹത്തിൻ്റെ ഫാദർ ആൻഡ് മദർ, സോ രണ്ടുപേരെയുമാണ് ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ ക്യാൻ ഐ ഹാവ് ഓൺ സ്റ്റേജ് മിസ്റ്റർ വാസുദേവൻ നായർ ആൻഡ് മിസ്സസ് ലക്ഷ്മി നായർ. സോ പ്രശാന്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഓൺ സ്റ്റേജ് മിസ്റ്റർ വാസുദേവൻ നായർ ആൻഡ് മിസ്സസ് ലക്ഷ്മി നായർ ഓൺ ടു ദ സ്റ്റേജ്. ഓക്കെ, സോ രണ്ടുപേരും ഇവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഇപ്പോഴും അങ്കിളിൻ്റെ ആൻറ്റിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഒരുപാട് വർഷമായി. ഓക്കെ, 36 years ആയി വിവാഹം കഴിഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴും ഇൻവൈറ്റ് ചെയ്തപ്പോൾ രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ കൂടെ വന്നത്. സോ ആ ഒരു ഫാമിലിക്ക് നല്ലൊരു കൈയടി. ആൻഡ് തീർച്ചയായിട്ടും ഇതൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ കപ്പിളിനെ അവരുടെ പേരൻസ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആൻഡ് ഇൻസ്പിറേഷൻ അത് തന്നെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ ലക്ഷ്മി അമ്മ. സോ ലക്ഷ്മി നായർ വർക്ക്സ് വിത്ത് സിവിൽ ഡിഫെൻസ് ആൻഡ് ഇപ്പം ഹോം മേക്കർ ആണ്. അതുപോലെ തന്നെ വാസുദേവൻ നായർ സർ, അദ്ദേഹം റിട്ടയർഡ് പ്രിന്റ് മീഡിയ മാനേജർ ആണ്. സോ ഹാപ്പി ടു ഹാവ് ബോത്ത് ഓഫ് യു ഹിയർ ഓൺ സ്റ്റേജ് വിത്ത് us ടു ഇൻവൈറ്റിംഗ് ശ്രുതീസ് ഫാമിലി മെമ്പേഴ്സ്. സോ ശ്രുതിയുടെ അച്ഛനെയും അമ്മേനെയാണ് ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ ക്യാൻ ഐ ഹാവ് ഓൺ സ്റ്റേജ് മിസ്റ്റർ കെ സുരേഷ് കുമാർ ആൻഡ് രതി ദേവി. ശ്രുതി ഓക്കെ, സോ ശ്രുതിയുടെ അച്ഛൻ കെ സുരേഷ് കുമാർ സർ, അദ്ദേഹം മസ്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് രതി ദേവി അച്ഛന് അല്ലെങ്കിൽ ഭർത്താവിന് ഒരു സപ്പോർട്ടായിട്ട്, ഒരു കൂടെ അത്രയും ഒരു കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ബാക്ക് ബോൺ ഓഫ് ദ ഫാമിലി എന്ന് തന്നെ പറയാവുന്ന ഒരു ഹോം മേക്കർ ആണ് അമ്മ. സോ നമുക്കിപ്പം എല്ലാവരും ആയി. സോ ഷാൽ വി സ്റ്റാർട്ട് വിത്ത് ദ സെറമണീസ്? നമുക്കിനി ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്താലോ? സോ നേരത്തെ കപ്പിളിൻ്റെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഹൗ ഡിഡ് ദിസ് എൻഡഡ് അപ്പ് ഇൻ എ മാരേജ് എന്ന്, എങ്ങനെയാണ് ഇതൊരു വിവാഹത്തിലേക്ക് എത്തിയതെന്ന്. സോ ഫാമിലി മെമ്പേഴ്സ് അപ്പം തന്നെ പ്രശാന്ത് ആൻഡ് ശ്രുതി രണ്ടുപേരും പറഞ്ഞു അത് നമ്മളല്ല പറയേണ്ടത്, അച്ഛനും അമ്മയാണെന്ന്. സോ രണ്ട് അച്ഛനമ്മമാരും ചേർന്ന് അതിനൊരു ആൻസർ ഞങ്ങൾക്ക് കേട്ടാൽ കൊള്ളാമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. സോ നമുക്ക് ആ ഒരു ആൻസർ കേൾക്കണ്ടേ? അച്ഛൻ്റെ അമ്മയുടെയും ഭാഗത്ത് നിന്നുള്ള അഭിപ്രായം കേൾക്കണമെന്നാണെങ്കിൽ നല്ലൊരു കൈയടി തരുമോ? അത് യെസ് എന്നാണെങ്കിൽ നല്ലൊരു കൈയടി തരുമോ? ഓക്കെ, സോ എങ്ങനെയാണ് അതൊരു വിവാഹത്തിലേക്ക് എത്തിയത്? സോ രണ്ടുപേരുടെ ഫാമിലി. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഇവിടെ മാട്രിമോണിയുടെ പരസ്യമാണ്. ഞാൻ എങ്ങനെയാണ് വിവാഹത്തിലേക്ക് എത്തിയതെന്ന് ചോദിച്ചപ്പം കേരള മാട്രിമോണി എന്ന് മാത്രമാണ് പറഞ്ഞത്. സോ അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ പ്രശാന്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും? കേരള മാട്രിമോണിയിൽ തന്നെയാണ്. പിന്നെ എൻ്റെ മോന് പ്രായമായി, 30 വയസ്സായി, കല്യാണം പ്രായമായി, കെട്ടിച്ചു കൊടുക്കേണ്ട പ്രായമായി. ഞങ്ങൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു, അച്ഛനമ്മ രക്ഷിതാക്കൾ തീരുമാനിച്ചു, ഉറപ്പിച്ചു, കല്യാണം കഴിച്ചു. ഓക്കെ, സോ ഞാൻ ആദ്യം പ്രശാന്ത് ആൻഡ് ശ്രുതി രണ്ടുപേരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവർ രണ്ടുപേരും മാത്രമാണോ ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ളവരെന്ന്. പിന്നെ പേരൻസിനെ കണ്ടപ്പോൾ മനസ്സിലായി അതെങ്ങനെയാണ് രണ്ടുപേർക്കും ഇത്രയും ഹ്യൂമർ സെൻസ് വന്നതെന്ന്. സോ ഓക്കെ, സോ ഞാൻ പറയാതെ തന്നെ അവിടെ കൈയടിച്ചു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്.
ഓക്കെ, അപ്പോൾ കേരള മാട്രിമോണിക്കുള്ള ഒരു പരസ്യം, ഒഫീഷ്യൽ പരസ്യം കൂടിയാണ് നമ്മൾ ഈ ഒരു വേദിയിൽ വെച്ച് നമ്മൾ പറയുന്നത്. സോ മേജർ പ്രവീൺ നായർ ഇത്രയും വേഗം തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ സ്റ്റാർട്ട് വിത്ത് എ കേക്ക് കട്ടിംഗ് സെറമണി. खामोशी में हो फिकर मेरा, रुख तेरा जिधर का हो उधर मेरा, तेरी बाहों तलक ही है ये सफर मेरा। ओ माही 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 ओ माही, मेरी वफा पे हक हुआ तेरा। ओ माही माही वे ओ माही 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 ओ माही, तो मैं कयामत तक हुआ तेरा, तो मैं कयामत तक हुआ तेरा। बातों को बहने दो, बाहों में रहने दो, है सुकून इनमें। रस्ते वो बेगाने, झूठे वो अफसाने, तू न हो जिनमें। हो थोड़ी उम्र है, प्यार ज्यादा मेरा, कैसे बता ये सारा तेरा होगा। मैंने मुझे है तुझको सौंपना, बाहों पे राहों पनाहों पे, आहों पे बाहों पे, साहों सलाहों पे, मेरे इश्क पे हक हुआ तेरा। ओ माही माही वे ओ माही 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 ओ माही, लो मैं कयामत तक हुआ तेरा। Oh
யானியே குருகி குருகி போனதடி எண்ணோ யானியே நீன்றி மூடுமே ஏவானோ நீதானே என் காதலே என்னாலும் உருகி உருகி போனதடி என் உள்ளம் யானியே குருகி குருகி போனதடி என் எண்ணம் யானியே யாரோ மூரலோ தேனோ பேசும் நேரமோ பாலோ பாதமோ ஆடை காலின் அணிகளோ கரைகளில் கரையும் வெண்ணுரை கதைத்திடும் மொழிகளா விழிகளின் வளைவில் வானவில் நிறங்களில் காதலா நீன்றி மூடுமே எவானோ நீதானே என் காதலே என்னாலும்